ഹലോ, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? പിന്നെ മുമ്പത്തെ ഒരു വീഡിയോ ഞാനൊരു പാർട്ടി വ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി പേര് അതിന് കുറച്ച് പേര് കേട്ടോ, ഒത്തിരി പേരൊന്നുമില്ല, കുറച്ച് പേര് കമൻറ്റൊക്കെ തന്നു. നിങ്ങളുടെ ഫീഡ്ബാക്കും സപ്പോർട്ടൊക്കെ തന്നതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് കമൻറ്റും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമാണ് കേട്ടോ നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണും. ഇതെൻ്റെ പുതിയൊരു ചാനലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോ ഇഷ്ടമാവുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നിങ്ങളുടെ എന്തായാലും കമൻ്റ് ഒന്ന് അറിയിക്കണം കേട്ടോ. ഈ ഒരു സ്റ്റാൻഡില്ലേ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇത് നമ്മൾ കുറേ മുമ്പ് വാങ്ങിച്ചതാണ്. എന്നാലും ഇപ്പോഴും ഒരു കേടും അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോൾ മഴയായാലും ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ അകത്തോട്ടൊക്കെ ഇടാം. പിന്നെ അപ്പാർട്ട്മെൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു അയൽ കിട്ടാനൊന്നുള്ള അധികം അതിൻ്റെ സെറ്റപ്പ് ഒന്നും കാണില്ല. അപ്പം ഈ ഒരു സ്റ്റാൻഡ് ആകുമ്പം നമുക്ക് എപ്പം വേണമെങ്കിലും അത് എടുത്തു വെക്കാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും വെക്കാം. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ വെയിലുണ്ടെങ്കിൽ വെയിൽ ചിലപ്പോൾ ഒരു ബാൽക്കണിയിലെങ്കിൽ മറ്റേ ബാൽക്കണിയിലേക്കൊന്ന് മാറ്റിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇപ്പോഴും അത് കേടായിട്ടില്ല. അതാണ് അതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഞാൻ ഡെയിലി അടിച്ചിടുന്ന വീടാണ് കേട്ടോ. ഇത് എവിടെ നിന്നാണ് ഇത്ര പൊടി വരുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. എല്ലാത്തിലും പൊടിയാണ് കേട്ടോ ഇവിടെ. പിന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ പൊടിയും കൂടെ നമ്മുടെ ഈ ഒരു നമ്മുടെ സൈഡ് ഭയങ്കരമായിട്ട് കാറ്റ് വരുന്ന ഒരു സൈഡാണ്. അപ്പോൾ എല്ലാ പൊടിയും കൂടെ ഇങ്ങോട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം എന്താണെന്നറിയില്ല, ഭയങ്കര പൊടിയും മൊത്തം കാടും എല്ലാം കൂടെയാണ് കേട്ടോ അപ്പോൾ എത്ര നമ്മൾ ക്ലീൻ ചെയ്താലും അതങ്ങനെ തന്നെ ഉണ്ടാവും. കൂടാതെ പിന്നെ കുട്ടികളുടെ ടോയ്സും ഉണ്ടാവും കേട്ടോ. ഇടയ്ക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, കുറേ കളറും ടോയ്സും. ഇതെല്ലാം കൂടെ ഒന്ന് അടിച്ച് പെറുക്കി എടുക്കുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ പകുതി സ്റ്റാമിന അവിടെ തീരും. കുട്ടികളെല്ലാം സ്കൂളിൽ പോയ ശേഷം ഞാനിപ്പം ആദ്യം തന്നെ വീടങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ടാണ് ഇപ്പോൾ കുക്കിങ്ങൊക്കെ ചെയ്യേണ്ടത്. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ ബിരിയാണി എന്തെങ്കിലും ഒന്ന് സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു. അപ്പം തുടയ്ക്കാനും ഉണ്ട് കേട്ടോ. രണ്ടും കൂടെ ചെയ്തിട്ട് ഇപ്പം നമ്മുടെ ജുമയ്ക്ക് നിസ്കരിക്കുന്നതിന് മുമ്പേ പരിപാടിയൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയൊക്കെയാണല്ലോ ഒരു പ്രത്യേക സമാധാനമായിരിക്കും മനസ്സിനും. ഒരു ക്ലീനിങ് അങ്ങ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം അടുത്തത് തുടച്ച് വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പം ഡെയിലി തുടയ്ക്കാറില്ല, ഒരു ആഴ്ചയിലൊരു 2 ദിവസമൊക്കെ ഞാൻ തുടയ്ക്കാറുള്ളൂ. പിന്നെ നമ്മൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പം ചിലപ്പം എന്തായാലും മൊത്തത്തിൽ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഒന്നും കൂടിയൊക്കെ ഒന്ന് തുടയ്ക്കും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമൊക്കെ തുടയ്ക്കും. അങ്ങനെ ഡെയിലി തുടയ്ക്കാൻ നിൽക്കാറില്ല. ഈ ചെയർ ആമസോൺ പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഉറപ്പും സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. കളറ് ഇക്കാൻ്റെ സെലക്ഷനാണ് കേട്ടോ. കളറ് ആദ്യം എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പം കണ്ട് കുഴപ്പമില്ലാണ്ടായി. ഇനിയിപ്പോൾ തുടയ്ക്കണം. അപ്പോൾ എന്തെങ്കിലും ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒന്ന് എപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിപ്പം നമ്മുടെ പുൽത്തൈലാണ് കേട്ടോ. ഇതൊരു നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇവിടെ ഞാനിതങ്ങനെ കാണാറില്ല. അപ്പം ഇത് നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. കുറച്ച് മതി. പിന്നെ ഇത് നമ്മുടെ അടപ്പ് നമ്മൾ തുറന്ന് ഇതിലോട്ട് ഒഴിക്കുമ്പം എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. അതിന് മുമ്പേ എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. ഞാനത് തുറന്നപ്പം പെട്ടെന്ന് എൻ്റെ കയ്യിലോട്ടായി പോയി കേട്ടോ. മൊത്തം കയ്യിലായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം പതർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അടപ്പൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തുറക്കുക കേട്ടോ. പിന്നെ ഞാൻ തുടയ്ക്കുമ്പോൾ എപ്പോഴും റൂമിൽ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യാറ്. എന്താണെന്നറിയില്ല, അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാറ് കേട്ടോ. റൂമങ്ങ് തുടച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പകുതി സമാധാനം ആയതുപോലെയാണ്. അപ്പം അവിടെ നിന്ന് അങ്ങ് ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ ഇതുപോലെ ബാക്കിയുള്ള ഹാളും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഫ്ലോറിൽ വൈറ്റ് വല്ലതുമാണ് വിരിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്താൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. അതുപോലെ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാനും തോന്നും. എന്തെങ്കിലും പൊടിയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കാണുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ക്ലീൻ ചെയ്യും. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വാഷ് ബേസിനും കൂടെ ഒന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട്. ഇനി ഈ ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളൊന്നും ക്ലീൻ ചെയ്തെടുത്തു. ഈ ഒരു സോപ്പിൻ്റെ ഡിസ്പെൻസർ ക്ലീൻ ചെയ്തു. അതുപോലെ പ്ലാന്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് അതൊന്ന് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ പ്ലാന്റിലൊക്കെ എന്തെങ്കിലും പ്രാണിയും കൊതുക്കെ വന്നിരിക്കും. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഏരിയ കൂടെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമ്മുടെ എല്ലാ പണികളും ഒറ്റയടിക്ക് കഴിയും. പിന്നെ വാഷ് ബേസിനും ക്ലീനായി കിട്ടും. പിന്നെ നമുക്ക് അങ്ങനെ വൃത്തികേടായിട്ടിരിക്കില്ല. ഇനി ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് ഫുഡെല്ലാം ഉണ്ടാക്കാൻ. അങ്ങനെ നമ്മൾ ഫ്രഷെല്ലായി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം ബിരിയാണി പണി തുടങ്ങാനുണ്ട്. ഈ
ഒരു സെറാമിക്കിൻ്റെ ജാറ് എനിക്കിഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലൊരു കളറും ആയിരുന്നു, അതുപോലെ എന്താ പറയുക, നല്ല ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. അപ്പം അങ്ങനെ വാങ്ങിച്ച ഒരു ഐറ്റമാണിത്. ഇതിലെന്താ ഇട്ട് വെക്കേണ്ടതെന്നൊന്നും വലിയ പ്ലാനിങ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അച്ചാറോ അങ്ങനെ വല്ലതും ആക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇവിടെ ഒരു ഷോപ്പിങ്ങിൻ്റെ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒത്തിരി ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ റേറ്റ് കുറച്ചിട്ട് ഒന്ന് വില പേശിക്ക് ആക്കിയാൽ നമുക്കത് കുറച്ച് റേറ്റൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ. ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു, അന്നിപ്പോൾ വാങ്ങിച്ചതായിരുന്നു. ഇനിയിപ്പോൾ ഇതിൽ പുതിയ ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്റ്റിക്കറിൻ്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നമാണ് കേട്ടോ. ഒന്ന് എടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ സ്റ്റിക്കർ നമുക്ക് ഇളക്കി കിട്ടാൻ എളുപ്പത്തിൽ പറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ട്രിക്ക് ആദ്യമൊന്നും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ആകെ അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി, പിന്നെ ആ ഒരു പാട് അതിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ ഒരു ട്രിക്ക് മനസ്സിലായത്. പിന്നെ അത് യൂസ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു മൊത്തത്തിൽ അതങ്ങ് ഇളക്കി കിട്ടും. ഇത് നമ്മൾ ഒരു സാധാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. 99 റുപ്പീസ് എങ്ങനെ വരുന്നുള്ളൂ. അപ്പം നല്ലൊരു കളർ കേട്ടോ. ഇതും നല്ലൊരു ക്യൂട്ടായിട്ട് തോന്നി. ആ ഒരു ബോർഡറും കളറും ഒക്കെ ഇഷ്ടമായി. പിന്നെ പ്ലാസ്റ്റിക് ആണ് കേട്ടോ മെറ്റീരിയൽ. അധിക കാര്യങ്ങൾക്കൊന്നും നമുക്കിത് പറ്റുന്നുണ്ടാവില്ല. എന്നാലും നമ്മൾ ഈ ഒരു ഉള്ളി തൊലിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇത് ബെസ്റ്റ് ആയിരിക്കും തോന്നി. അപ്പം കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. പിന്നെ വലിയ റേറ്റൊന്നും ഇല്ലല്ലോ. പിന്നെ നമുക്കിത് ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും കേട്ടോ. ടേബിളിലൊക്കെ ഇങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ അതിനൊക്കെ പറ്റിയൊരു ഓർഗനൈസറാണ് കേട്ടോ ഇത്. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഫിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെക്കണമെങ്കിലൊക്കെ പറ്റുമെന്ന് തോന്നുന്നു. നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കുക്കിങ്ങൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു പീസ്ഫുൾ മൈൻഡായിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമുക്ക് ഇത് ചെയ്തിട്ട് വേറെ പണിയൊന്നും ഇട്ടിട്ടില്ല എന്ന് അറിയുമ്പോൾ ഒരു സമാധാനം കേട്ടോ മനസ്സിന്. കുറച്ച് നമുക്കിപ്പോൾ ഈ കുക്കിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാം. അല്ലെങ്കിൽ വീട് ക്ലീൻ ആണല്ലോ, അപ്പോൾ പകുതി സമാധാനമായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുകയാണെങ്കിൽ കുറച്ച് ബെറ്റർ ഫീലായിട്ട് തോന്നിയിട്ടുണ്ട്. എല്ലാ സമയവും നമ്മൾ ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ. ചിലപ്പോൾ നമുക്ക് ആദ്യം കുക്ക് ചെയ്യും ഞാൻ, എന്നിട്ട് ക്ലീൻ ചെയ്യും. അങ്ങനെ ഉണ്ടാവാറുണ്ട്. ചിലപ്പം ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര മടിയായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ചിലപ്പം വയ്യ ഉണ്ടാവില്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ പോലെയാണ് കേട്ടോ. ഇന്ന പോലെ പെർഫെക്റ്റ് എന്നൊന്നുമില്ല. എല്ലാ ഓരോ ദിവസവും ഓരോ തരം കാര്യങ്ങളായിരിക്കും അല്ലേ. ചിക്കൻ ഞാൻ കുളിക്കുന്നതിന് മുൻപേ കഴുകി വെക്കാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ വരാനായി. അപ്പം പിന്നെ എന്തായാലും കുളിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവരെ എനിക്ക് കൂട്ടാൻ പോകാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആദ്യം കുളിച്ച് കഴിഞ്ഞതാണ് കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ ചിക്കൻ കഴുകുമ്പോൾ ഒരു മടിയായിരിക്കും കയ്യിലാവുമ്പോൾ. എന്നാലും സാരമില്ല, നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കഴുകുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പിന്നെ ഇവിടെ ഈ വേസ്റ്റൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ നോൺ വെജിൻ്റെയൊക്കെ നമ്മൾ ഒന്ന് മറ്റെന്തെങ്കിലും ഒരു കവറിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കെട്ടിയിട്ടൊക്കെ നമ്മൾ വേസ്റ്റിലിടുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല. അതുപോലെ കഴുകിയിട്ടൊക്കെ നമ്മൾ വേസ്റ്റ് ബിന്നിലിടുകയാണെങ്കിൽ ഒരു സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാനിപ്പോൾ ഇത് ബിരിയാണിക്കും പിന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ബിരിയാണി തന്നെ എത്ര തരം ബിരിയാണി ഉണ്ടല്ലേ. ഓരോ സ്പൈസും മസാലയും എന്താ പറയുക വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ നമ്മൾ ഓരോരുത്തരും വെക്കുന്ന സ്റ്റൈലും വേറെ ആയിരിക്കും അല്ലേ. ഈ നോർത്തിലുള്ള ആൾക്കാർക്കൊക്കെ അവിടുത്തെ ബിരിയാണിയിൽ മസാല ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ മസാല ഉള്ള ബിരിയാണി ചിലപ്പം അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ ഒത്തിരി ഡിഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലേ. അപ്പോൾ ഞാൻ തന്നെ വെക്കുമ്പോൾ ഓരോ ബിരിയാണി വെക്കുമ്പോൾ ചിലപ്പോൾ ഇന്ന് വെച്ച ബിരിയാണി ആയിരിക്കില്ല, ചിലപ്പോൾ നാളെ വെക്കുമ്പോഴുള്ള ടേസ്റ്റ്. അതുപോലെ നമുക്ക് ഒത്തിരി ടേസ്റ്റ് വ്യത്യാസപ്പെടുത്താനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണല്ലോ ബിരിയാണി. ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും, ഫ്രൈ ആക്കാണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ഓരോ സ്റ്റൈലും ഓരോ ടേസ്റ്റാണല്ലേ തരുന്നത്. ഇപ്പം നമുക്ക് ഫ്രഷ് ചിക്കൻ എന്ന് പറഞ്ഞിട്ടൊരു ചിക്കൻ കിട്ടില്ലേ, അതിന് കുക്കിംഗ് ടൈം വളരെ കുറവാണ്. അതുപോലെ നമ്മുടെ ചിക്കന് ഈ ഒരു ബ്രസ്റ്റ് പീസ് നമ്മൾ എങ്ങനെ കറി വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്താലും ഒരു ടേസ്റ്റ് ഇല്ലാത്ത മാതിരി ആയിരിക്കും. ഇനി അതല്ലെങ്കിൽ ഒരു ചേരി മാതിരി ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നം ആ ഒരു ഫ്രഷ് ചിക്കന് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, പക്ഷെങ്കിലും നമുക്ക് വാങ്ങിയിട്ട് എളുപ്പം ഉണ്ടാക്കാനും പറ്റും, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിപ്പോൾ സാധാ നോർമൽ ചിക്കനാണ്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് എന്താ പറയുക, പിന്നെ ഇടയ്ക്ക് എന്താ പറയുക നല്ലതാണോ അല്ലയോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ഇടയ്ക്ക് ഇതും വാങ്ങിക്കും കേട്ടോ. ഇടയ്ക്ക് ഈ നോൺ വെജൊക്കെ കഴുകുമ്പോൾ ഒരു തരം OCD വരാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എത്ര കഴുകിയാലും മതിയാവില്ല കേട്ടോ. ഇത് കഴുകി
എന്താ പറയുക കുളിപ്പിച്ച് കുട്ടിയില്ലാണ്ടാവുമെന്നറിയില്ല, ആ ഒരു അവസ്ഥയിലെത്തും. ആദ്യം കഴുകും, കുറേ കഴുകും, എന്നിട്ട് വീണ്ടും ഓരോന്നോരോന്നായിട്ട് എടുത്തെടുത്ത് കഴുകണം കേട്ടോ. എങ്കിലൊക്കെ ഒരു മനസ്സിനൊരു സംതൃപ്തി വരത്തുള്ളൂ. പിന്നെ ടാപ്പിൽ നിങ്ങളെ കാണുന്ന ഒരു കറുത്ത ആ ഒരു ഭാഗയിൽ അത് ചേറല്ല കേട്ടോ, അത് പോകത്തില്ല, അതിൻ്റെ കളറ് അങ്ങനെ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഏകദേശം കഴുകി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പം നമുക്ക് ഓരോ പരിപാടിയിലോട്ട് കിടക്കാം. പിന്നെ ഇതാ എപ്പോഴും എൻ്റെ കൂടെ കിച്ചണിൽ ഈ ഒരു ടിഷ്യൂ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതില്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എനിക്ക് എന്തായാലും ഈ ഒരു ടിഷ്യൂ യൂസ്ഫുള്ളായിട്ട് വരാറുണ്ട്. ഇപ്പം കറിയോ വല്ലതും വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരൊറ്റ വൈപ്പിൽ നമുക്ക് അവിടെ അങ്ങ് ക്ലീൻ ആക്കി എടുക്കാമല്ലോ. അപ്പം ടിഷ്യൂ ഇല്ലെങ്കിൽ ഒരു കോൺഫിഡൻ്റ് ഇല്ലാത്ത മാതിരിയാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു റോള് ഞാൻ എപ്പോഴും കയ്യിൽ കരുതാറുണ്ട്. ഇനിയിപ്പം ഒരുപാടങ്ങ് ബുദ്ധിമുട്ടി കിച്ചണിൽ നിന്ന് ഉരുണ്ട് കളിക്കാൻ വയ്യ കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീനാക്കി വെച്ചതാണ്. ഇനിയിപ്പം വീണ്ടും ഇവിടെ നിന്ന് തലക്കുത്തം മറിയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടിട്ട് അതിൽ നിന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പം തൊലിയിട്ട് പുറത്തും ആവത്തില്ല, പിന്നെ അവിടെയും വൃത്തിയേടായി കിടക്കില്ല, പിന്നെ നമ്മുടെ ഒരുപാട് പാത്രങ്ങളൊന്നും കഴുകേണ്ടി വരില്ല. ഇതെല്ലാം ഒരു ഒറ്റ പാത്രത്തിൽ നിന്ന് ചെയ്താൽ കേട്ടോ. എൻ്റെ പൊന്നോ, എന്തൊരു എരിവാണ് ഈ ഉള്ളിക്ക്. ചില ഉള്ളിക്ക് ഭയങ്കര എരിവാണ് കേട്ടോ. ഇപ്പം എൻ്റെ മുത്തമ്മ ഇതുപോലെ ഉള്ളി അരയുമ്പോഴൊക്കെ ഇങ്ങനെ അത് കത്തിയുടെ തമ്പിൽ ഇതുപോലൊരു ഉള്ളി കുത്തി വെക്കും കേട്ടോ. ചോദിച്ചാൽ പറയും കണ്ണരിയാണ്ടിരിക്കാനാണെന്ന്. അപ്പോൾ ആ ഒരു ട്രിക്കൊക്കെ ഇവിടെ ഉപയോഗിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഉള്ളിയുടെ തോല് ഇങ്ങനെ ഒന്ന് ആക്കിയിട്ടുള്ളൂ. അപ്പോഴത്തേക്കും ഇതിൻ്റെ എരിവ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ചില ഉള്ളിക്ക് ഭയങ്കര എരിവാണ്, എന്നാൽ ചിലതിന് അത്ര എരിവുണ്ടാവാറില്ല. അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഏകദേശം തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഇതൊരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. നമുക്ക് ജോലിയൊക്കെ എളുപ്പമാക്കി കിട്ടണമെങ്കിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലത്തെ കുറച്ച് കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒന്ന് പ്രയോഗിച്ചോ കേട്ടോ. നല്ലൊരു ടൈം സേവിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും ഒരു പാത്രത്തിലിട്ടിട്ട് അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മളിപ്പോൾ വേറെ ഈ ഒരു തറയിലോട്ടിടുകയാണെങ്കിൽ പിന്നെ അവിടെയും കൂടെ നമ്മൾ ക്ലീൻ ചെയ്യണം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ വൃത്തികേടായി കിടക്കും. അതൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇതെല്ലാം കഴിഞ്ഞു, നമുക്ക് ആ വേസ്റ്റ് മാത്രം ഒന്ന് തട്ടാനുള്ളതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളൊക്കെ ഇങ്ങനെയാണ് ജോലി ചെയ്യാറ്? ആദ്യം കുക്കിംഗ് ആണോ അതോ ക്ലീനിങ് ആണോ ചെയ്യാറ്? അപ്പോൾ ഏതാണ് എളുപ്പം? നമ്മൾക്ക് ഓരോ എളുപ്പം ഉണ്ടാവുമല്ലോ, ഇന്നത് ആദ്യം ചെയ്തിട്ട് പിന്നെ മറ്റത് ചെയ്യാന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊന്ന് പറയട്ടോ. അപ്പം നമ്മളിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ള മെയിൻ ഐറ്റംസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി എടുക്കട്ടെ. ഇനി നമുക്ക് ടപ്പേന്ന് ബിരിയാണി ആക്കി എടുക്കണം. സമയമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. വീഡിയോ എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സാധാ ചെയ്യുന്നതിൽ നിന്നും കുറച്ചും കൂടെ ടൈം എടുക്കും കേട്ടോ. ക്യാമറ മാറ്റി ആ ഒരു പൊസിഷനിലോട്ട് മാറ്റി അങ്ങോട്ടാക്കി അങ്ങനെ ടൈം കുറച്ചും കൂടെ പിടിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ആദ്യം തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ടെടുക്കുന്നുണ്ട്.
ബിരിയാണി ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു നമ്മുടെ ചോപ്പിംഗ് മെഷീൻ വാങ്ങിയപ്പോഴാണ് കേട്ടോ. നമ്മുടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇതിൽ ചോപ്പ് ചെയ്തെടുക്കാൻ കഴിയും, പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. ഇതെൻ്റെ കയ്യിൽ ഒരു 4-5 വർഷമായിട്ടോ ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ അത്രയ്ക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐറ്റമാണ്. കിച്ചണിൽ ഇത്ര ഹെൽപ്പായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല. കാരണം ഉള്ളി അതിൽ അരിയാൻ പറ്റും നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും. പിന്നെ ഞാൻ പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള പൊടി അതിലാണ് കുഴച്ചെടുക്കാറ്. അതുപോലെ ചപ്പാത്തി, പൂരി, മൈദ എല്ലാം അതിലാണ് കേട്ടോ. ഈ ഒരൊറ്റ കാര്യത്തിലാണ് നമ്മൾ എല്ലാം മിക്സും റെഡിയാക്കി എടുക്കുന്നത്. അപ്പം അത്രയ്ക്കും ഹെൽപ്പാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർ, കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണികളൊക്കെ ചെയ്തെടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ ഒരു മെഷീന് അടിപൊളിയാണ്. ഇതിപ്പോൾ ഇതിൻ്റെ പ്രൊമോഷനും കാര്യമൊന്നും അല്ല കേട്ടോ. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ ഒന്ന് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി വെച്ചാലും നമുക്ക് നഷ്ടമൊന്നും ആവില്ല കേട്ടോ. നമ്മൾ വാങ്ങുമ്പം കുറച്ചധികം റേറ്റ് ഉണ്ട്, പക്ഷെങ്കിലും അത് എന്താ പറയുക, ഒരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു ഐറ്റം, അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടും അടിപൊളിയാണ്. ഇപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പണികൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് കിച്ചണിലുള്ള ഒരാളെ പണിയെടുക്കുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പം അതിൻ്റെ ആ ഒരു ഉള്ളിയുടെ ആ ഒരു വൈറ്റ് പോർഷനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറേയായി യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഷാർപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, ആ ഒരു ബ്ലേഡിൻ്റെ. അപ്പം ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു അത് നമുക്ക് മിക്സിയുടെ കൂടെ കിട്ടുന്നുള്ളൂ, സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ന്. ഞാനത് വാങ്ങിച്ചപ്പോൾ എനിക്ക് സെപ്പറേറ്റ് ആയിട്ടായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഉമ്മാക്ക് വാങ്ങിച്ചപ്പം അത് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മെഷീൻ തന്നെ വേറെ ആയിരുന്നു, അതത്ര നല്ലതായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ജാറിൻ്റെ കൂടെ കിട്ടുള്ളൂ എന്നാണ്, അറിയില്ല കേട്ടോ. നമ്മൾ ഓയിലോ വെളിച്ചെണ്ണ ഒക്കെ ഇതുപോലെ നമ്മൾ മറ്റൊരു ജാറിലോട്ട് മാറ്റുമ്പം ഇതുപോലൊരു പ്ലേറ്റ് വെച്ചിട്ട് അതിലോട്ട് നമ്മൾ മാറ്റുമ്പം, ഇനി അഥവാ അതിൽ നിന്ന് നമ്മൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ ഒരു ഭാഗമൊന്നും മൊത്തത്തിൽ ക്ലീനാക്കി എടുക്കണ്ട, ആ ഒരു പ്ലേറ്റ് മാത്രം ഒന്ന് കഴുകിയെടുത്താൽ മതി. ഈ ഓയിലൊക്കെ നമ്മൾ ഈ ഒരു അവിടെ ഇവിടെയൊക്കെ ആവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും വരില്ല. പിന്നെ ഒരു ടിഷ്യൂ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ടിഷ്യൂ കൊണ്ട് എനിക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണെന്ന്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഇതുകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമ്മുടെ പണികളും കഴിയും. അതുപോലെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് എപ്പോഴും നീറ്റായിട്ടിരിക്കുമല്ലോ. ഇനിയിപ്പോൾ അതാ ബിരിയാണിക്കുള്ള മസാല ഒക്കെ എടുക്കാനുണ്ട്. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു പാനിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്ക് കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ട്, എന്നാലും ചില കാര്യങ്ങൾക്ക് നോൺ സ്റ്റിക്ക് ഇല്ലാണ്ട് പറ്റില്ല കേട്ടോ. അതായത് നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ഇതുപോലെ നമുക്ക് അടുക്കി പിടിക്കില്ലല്ലോ ഈ നോൺ സ്റ്റിക്ക്, അതുകൊണ്ട് തന്നെ അങ്ങനെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാമല്ലോ. പക്ഷേങ്കിലും ഹെൽത്ത് വൈസ് നോക്കുമ്പം വളരെ പ്രശ്നക്കാരനാണ്. എന്നാലും എന്താ പറയുക, ഒരു 2-3 നോൺ സ്റ്റിക്ക് പാത്രം വീട്ടിലുണ്ട് കേട്ടോ. ബിരിയാണിക്കൊക്കെ പ്രത്യേകിച്ച് ഞാൻ നോൺ സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. മെല്ലെ കാസ്റ്റ് അയണിലോട്ട് മാറണം. അതിൻ്റെ ആ ഒരു വെയിറ്റ് കാരണമൊക്കെ എന്തോ കാസ്റ്റ് അയൺ അങ്ങനെ യൂസ് ചെയ്യാൻ കുറച്ച് മടിയുണ്ട്, എന്നാലും നമുക്ക് മെല്ലെ അതിലോട്ട് മാറണം. പിന്നെ നമ്മൾ 2 പേരല്ലേ കാര്യമായിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ഒരു പാൻ ധാരാളമാണ്. അപ്പോൾ ഇതിലാണ് അധികം മസാല ഉണ്ടാക്കിയെടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഉള്ളി ആദ്യം ആ ഒരു വെളിച്ചെണ്ണയിലോട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് സോട്ടായി കിട്ടാൻ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ആവശ്യമായിട്ട് ഉള്ളത് വേണമെങ്കിൽ അവസാനം ആകുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കാറാണ് ചെയ്യുന്നത്. ഇനി ഉള്ളിയൊക്കെ അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് സോട്ടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പം തക്കാളി എടുത്തിട്ടുണ്ട്, 4 എണ്ണം എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ മാർക്കറ്റിൽ 2 ടൈപ്പ് തക്കാളി ഉണ്ടല്ലേ. ഒന്ന് അധികം നമ്മുടെ സാദാ കുക്കായിട്ട് കിട്ടുന്നത്, ഈ ചിലതുണ്ട് നമ്മൾ എത്ര കുക്കാക്കിയാലും കല്ല് പോലെ ഇരിക്കുന്നത് അല്ലേ, അതും വെച്ചിട്ട് ഒരു കളി കളിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ കറിക്കൊന്നും അങ്ങോട്ട് കുക്കായിട്ട് വെന്ത് ചേരില്ലല്ലോ, അപ്പോൾ ഫുഡൊന്നും അത്ര ടേസ്റ്റായിട്ട് വരില്ല. അപ്പോൾ അങ്ങനത്തെ തക്കാളി കിട്ടിയാൽ കുടുങ്ങിയത് തന്നെ. പിന്നെ അത് മിക്സിയിലെല്ലാം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് ചേർക്കേണ്ടി വരും. ഇനിയിപ്പം ഞാനിതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ.
ഉള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു പേസ്റ്റും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പം നമ്മുടെ മലബാർ സ്പെഷ്യൽ ദം ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, ചിക്കൻ ദം ബിരിയാണി. പിന്നെ ഇത് ഫ്രൈ ചെയ്യാണ്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ചിക്കൻ ഫ്രൈ ചെയ്യാണ്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള സ്പൂണോ അതുപോലത്തെ ഉട്ടൻസിൽ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിലോട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയും വെച്ചിട്ട് ആ ഒരു ഭാഗം വൃത്തികേടായിട്ടിരിക്കില്ല. നമുക്ക് കുക്ക് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ടിയൊന്നും വരില്ല കേട്ടോ. ഇനിയിപ്പം നമ്മുടെ കുറച്ച് പുതിനയില മല്ലിയിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതും എല്ലാം കൂടി ഒന്ന് തണ്ട് കളഞ്ഞിട്ട് ആണ് കേട്ടോ ഞാൻ ഈ പുതിന വൃത്തിയാക്കി എടുക്കൽ. തണ്ട് എടുക്കാറില്ല ബിരിയാണിക്ക്. ആ ഒരു തണ്ടിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് ടേസ്റ്റ് അധികം വരില്ലെങ്കിലും അതിൻ്റെ ആ ഒരു ഇങ്ങനെ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ബിരിയാണിക്ക് ആ ഒരു തണ്ട് കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ. അതിങ്ങനെ വായിലൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം ഞാൻ നേരത്തെ ഒരൊറ്റ പാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇന്ന് പരമാവധി പാത്രം കുറച്ചിട്ടുള്ള പടികളാണ്. കാരണം വേറെ ഒന്നുമല്ല, പാത്രങ്ങൾ പിന്നെ ഈ ബിരിയാണിയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒത്തിരി പാത്രങ്ങളുണ്ടാവും. നമ്മൾ അതിൻ്റെ ഇടയിൽ എത്ര കഴുകി വെച്ചാലും ശരിയാണ്, കുറച്ച് ഇടയിലൊക്കെ ഒന്ന് കഴുകി വെച്ചാൽ കുറയും. എന്നാലും നമുക്ക് പാത്രങ്ങൾ എന്തായാലും ഉണ്ടാവും. ഞാനിപ്പം അത്യാവശ്യം വലിയ പാത്രം ആയതുകൊണ്ട് ഇതിൽ എല്ലാം ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. അപ്പം ഇതിൽ തന്നെയാണ് നമ്മളെ ഒരുവിധം പണികളൊക്കെ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളൊന്നും ഇപ്പം കഴുകാൻ പെൻഡിങ്ങിലില്ല കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ പാത്രം കഴുകി ഒരു വഴിയാവും. അപ്പോൾ ഇതാ നമ്മുടെ ഇലകളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഒന്നും നോക്കാനില്ല കേട്ടോ. ഞാൻ കഴുകി എല്ലാം വൃത്തിയാക്കി എടുത്തതാണ്. നേരെ അങ്ങ് കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ മസാല നേരത്തെ തക്കാളിക്ക് ചേർത്ത് പച്ചമുളകും ആ ഒരു വെളുത്തുള്ളിക്ക് ചേർത്ത് അങ്ങനെ കുക്കായി വന്നതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ നമ്മുടെ മല്ലിയിലയും പുതിനയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിൻ്റെ എരിവും ആ ഒരു ഫ്ലേവറേ ഉള്ളൂ കേട്ടോ. ഇതിൽ കുരുമുളകൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളകെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു മസാലേൻ്റെ ഫ്ലേവർ മാറിപ്പോവും. അത് പിന്നെ നമുക്കൊരു ചിക്കൻ റോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുരുമുളകൊന്നും ചേർത്ത് കൊടുക്കണ്ട, മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ആകെ എരിവിൻ്റെ ഫ്ലേവറായിട്ട് വരുന്നത് പച്ചമുളക് മാത്രമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ചിലർക്ക് മഞ്ഞൾപ്പൊടിൻ്റെ കളറും ഒരു ഇഷ്ടം ഉണ്ടാവില്ല. ചോറിലോട്ടൊക്കെ വരുമ്പം ഭയങ്കര ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആണ് കേട്ടോ ബെറ്റർ. മഞ്ഞൾപ്പൊടി കുറച്ചൊരു കളറിന് മാത്രം വേണ്ടി ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഒരു നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കയ്യിലുള്ളതൊക്കെ തീർന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പം എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കാനുണ്ട്. അപ്പം ഇനിയിപ്പോൾ ചിക്കനൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കൻ ഞാനിപ്പോഴാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണം. ഉള്ളിയിലങ്ങനെ അധികം വെള്ളമൊന്നുമില്ല, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, അപ്പം കറിയായി പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ബാക്കി നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്കാവുമ്പം അതിലോട്ട് വെള്ളം ഇറങ്ങി വന്നോളൂ.
ഇതൊരു അടിപൊളി ബിരിയാണി പോട്ടാണ്. ഇതിൽ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. മസാല അവിടെ നിന്ന് കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അടുപ്പിൽ റൈസിനുള്ളതും കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ റൈസ് ഞാൻ വേറൊരു സ്റ്റൈലിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതായത് നമുക്കധികം കുക്കിംഗ് ടൈം വേണ്ട കേട്ടോ. നമ്മൾ റൈസിൻ്റെ അടുത്ത് നിന്ന് അധികം അങ്ങനെ തിരിഞ്ഞ് കളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കിയെടുക്കാമെന്ന് കാണിച്ചു തരാം കേട്ടോ. സാധാരണ നമ്മൾ റെഡിയാക്കിയെടുക്കുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ, കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് അതിലോട്ട് ഗ്രാമ്പൂ, പട്ട അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് സോട്ടാക്കി എടുത്ത ശേഷം ഇനി ഇതിലോട്ട് നമുക്ക് തിളച്ചിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചൂടുവെള്ളം. അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റൈസ് റെഡിയാക്കി കിട്ടും കേട്ടോ. ഒരുപാട് ടൈം എടുക്കില്ല വെള്ളം തിളച്ച് വരണ്ടേ. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് നമ്മൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളത്. അപ്പം ആ ഒരു വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടൈപ്പ് ജീരകശാല റൈസ് കിട്ടുന്നില്ല. അപ്പം തൽക്കാലം നമ്മൾ ഈ ഒരു റൈസാണ് ഉപയോഗിക്കുന്നത്. ഇതും ജീരകശാല റൈസ് തന്നെയാണ്. പക്ഷേങ്കിലും എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. നാട്ടിൽ നമുക്ക് നല്ല ചെറിയ ആ ഒരു ടൈപ്പ് റൈസ് കിട്ടുമല്ലോ. അപ്പോൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അതിന്. അപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൈസ് അല്ല കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല. ഇനി റൈസ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിലോട്ട് നമ്മുടെ ആ ഒരു തിളച്ച വെള്ളത്തിലോട്ട് റൈസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് നമുക്ക് അങ്ങനെ ഒരുപാട് നേരം അങ്ങനെ സ്പൂൺ വെച്ചിട്ട് അതിങ്ങനെ ഇളക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് അടച്ച് വെച്ചിട്ട് അതിലോട്ട് വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. എന്നിട്ട് ആ ഒരു സ്റ്റീമിൽ നമുക്ക് അടപ്പ് തുറക്കാണ്ട് കുറച്ച് നേരം നമുക്ക് അങ്ങനെ തന്നെ വെക്കാം കേട്ടോ. ഒരു 3/4 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി. എന്നിട്ട് റൈസ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്കും നല്ലൊരു പെർഫെക്റ്റ് റൈസായിട്ട് വരും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിങ്ങനെ ചോറ് പൊടിഞ്ഞു പോകുന്നില്ല. നമ്മളധികം മിക്സ് ചെയ്യുന്നില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് കിട്ടും. പിന്നെ ടെൻഷൻ അടിക്കേണ്ട കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. ഇത് ഇക്കാൻ്റെ ഉപ്പ അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഉപ്പ അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കും. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാനത് ആദ്യം കാണുന്നത്. പിന്നെ അവരൊക്കെ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാറ്. അങ്ങനെ റൈസും അവിടെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മസാല ആക്കിയെടുക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് നേരം മാരിനേഷൻ ചെയ്തിട്ട് ഒന്നും വെക്കുന്നില്ല കേട്ടോ. അതിനുള്ള ടൈമൊന്നും ഇല്ല. അപ്പം പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്നും മിക്സാക്കി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ആണ് കേട്ടോ പ്ലാന്. ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഇപ്പോൾ ടൈമില്ല കേട്ടോ. വേഗം തന്നെ നമ്മുടെ ഫുഡെല്ലാം ആക്കി എടുക്കാനുണ്ട്. ഇനിയിപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് നമ്മുടെ ദമ്മിന് വേണ്ടിയിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അന്ന് ആ ഒരു വെള്ളം ഒന്ന് പോക്കിയ ശേഷമാണ് കേട്ടോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കിസ്മിസൊക്കെ ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ദമ്മിൻ്റെ പരിപാടിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്താ ചിക്കനൊക്കെ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അടച്ചു വെച്ചതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. സാരമില്ലാതെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അതങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ചിക്കൻ മസാലയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റൈസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കൂട്ടോ. പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഒട്ടും ഇത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് ദം ചെയ്യാൻ വേണ്ടി വെക്കണം. റൈസ് ഇതാ പെർഫെക്റ്റായിട്ട് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ബാക്കി ഇത് നമുക്കൊന്ന് ചൂടാറിയ ശേഷം അങ്ങ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. എന്തെങ്കിലും ഒരു ഒട്ടുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് റെഡി ആയി കിട്ടും. ചൂടാറി കഴിയുമ്പം ഒക്കെ സെറ്റ് ആയിക്കോളും. ഇനിയിപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ സെയിം പാനിലോട്ട് തന്നെയാണ് കേട്ടോ ദം ചെയ്യുന്നത്. അപ്പോൾ അതിലെ റൈസൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഇതിലോട്ട് തന്നെ ഒന്ന് ദമ്മിനുള്ള ചിക്കനൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം ഇത് ഈ ഒരു പാത്രത്തിൽ തന്നെ ആകുമ്പം നമ്മൾ വേറെ ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു പാത്രമൊന്നും വേണ്ടല്ലോ. ഇതാകുമ്പം അടങ്ങി അവിടെ ഒതുങ്ങിയാൽ നിന്നോളും. അതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെയാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. പിന്നെ നമ്മളിതുപോലെ ഒരുപാട് വലിയ പാത്രങ്ങൾ എൻ്റെ കയ്യിലില്ല. 1-2 പാത്രങ്ങൾ അത്യാവശ്യത്തിനുള്ളത് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഒന്നാമത് ഇതൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കണ്ടെത്തണം. പിന്നെ ഇത് നമുക്ക് അത്രയല്ലേ ആവശ്യമുള്ളൂ. നമ്മളിവിടെ അത്രയ്ക്ക് ഗസ്റ്റല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാങ്ങിയാൽ മതിയല്ലോ. ഇന്നത്തെ നമ്മളെ ഒരു ചിക്കൻ ബിരിയാണിയും അതുപോലെ ടിപ്സും ട്രിക്സും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ? ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റൊന്നും എന്തായാലും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കഴിച്ചങ്ങനെ സെറ്റായി. അപ്പോൾ പിന്നെ വീട്ടിലൊക്കെ ആകെ ഒരു ബിരിയാണി സ്മെല്ലായിട്ടോ. അപ്പോൾ ഒന്ന് ഫ്രഷ്നറൊക്കെ നടിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.